ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനങ്ങൾ. ഹാർവസ്റ്റ് ടിവിയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇന്ന് നാം കണ്ടുമുട്ടുന്നത് എൻ്റെ സഹപാഠിയും സ്നേഹിതനും ഞങ്ങളുടെ അയൽ പ്രദേശത്തുകാരനുമായ ബ്രദർ ജോർജ് വർഗീസ്. ഞങ്ങൾ ഒരേ പേരുകാരാണ്. വീട്ടിലെ പേരും ഒഫീഷ്യൽ നെയിമും ഒക്കെ ഞങ്ങളുടേത് തത്തുല്യമാണ്. വളരെ റെയറായിട്ടാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ വലിയ ആത്മബന്ധമൊന്നും ഉണ്ടായിരുന്നവരല്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞങ്ങളെ റീകണക്ട് ചെയ്യുവാൻ ഒക്കെ ദൈവം അവസരങ്ങൾ നൽകി. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ആത്മീയ യാത്രകൾക്കിടയിൽ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതഗന്ധിയായ ചില ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അത് വളരെ പ്രശസ്തരായ സംഗീതജ്ഞർ അതിന് സംഗീതം നൽകുകയും പാടുകയും ഒക്കെ ചെയ്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. ആ സംഗീതത്തിൻ്റെ ആ ഗാനങ്ങളുടെ പിന്നാമ്പുറത്തേക്കാണ് നമ്മുടെ യാത്ര. ഹാർവസ്റ്റ് ടിവിയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ടായിരുന്നില്ല. ഹലോ പറയുമായിരുന്നായിരിക്കാം, അതിനപ്പുറത്ത് എന്തെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ദൈവം അതൊക്കെ ഒന്ന് മാറ്റിമറിച്ച് വാസ്തവത്തിൽ ഇങ്ങനെ ഒരാൾ അമേരിക്കയിലുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ വളരെ കാര്യത്തിൽ ദൈവത്തിന് നന്ദി പറയുകയും എന്നെ അന്വേഷിച്ചതിൽ പ്രത്യേക നന്ദി ബ്രദർ ജോർജ് വർഗീസിനോട് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ രണ്ട് ധ്രുവത്തിലായിരുന്നു നമ്മുടെ പഠനകാലങ്ങളിൽ. എന്നാൽ ദൈവം അതൊക്കെ ഒന്ന് മാറ്റിമറിച്ച് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മളൊക്കെ ഒരേ ദിശയിൽ യാത്ര ചെയ്യുന്നവരായി മാറുവാനൊക്കെ ദൈവം അവസരം നൽകിയത് ഓർത്ത സ്തോത്രം. കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് കണ്ടപ്പോൾ എന്നോട് അക്കാര്യം പങ്കുവെച്ച് അത് ഞാൻ ഓർമ്മയിൽ വെച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിച്ചത്. ആ പാട്ടുകളുടെ പിന്നാമ്പുറത്തേക്കാണ് പോകുന്നത്. ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക. എന്ത് ചെയ്യുന്നു, വാട്ട് ഈസ് യുവർ പ്രൊഫഷണൽ കരിയർ, ചെറിയൊരു പരിചയപ്പെടുത്തൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാട്ടിലേക്ക് വരാം. ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ പേര് ജോർജ് വർഗീസ്. ഞാൻ പരുമല സ്വദേശിയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് തിരുവല്ല താലൂക്കിലെ പരുമല എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ വീട്. 1990 ഞാൻ അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. ന്യൂയോർക്കിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ അറ്റ്ലാന്റയിൽ താമസിക്കുന്നു. By profession, I'm an accountant. I'm actually have a small accounting business. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വൈഫ്, 2 മക്കൾ ഇവിടെ ഉണ്ട്. നമ്മൾ അറിയാവുന്ന പോലെ 2 ധ്രുവത്തിലാണെന്ന് പറഞ്ഞല്ലേ. വിശ്വാസപരമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് 2 വ്യത്യസ്തമായ വിശ്വാസ തലങ്ങളിലായിരുന്നു. ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് പെന്തക്കോസ്റ്റൽ സ്റ്റുഡൻറ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ ആക്റ്റീവും, ഞാൻ ഓർത്തഡോക്സ് സ്റ്റുഡൻറ് മൂവ്മെൻറ്റുമായിട്ട് വളരെ ആക്റ്റീവുമായിട്ട് ആയിരുന്നു കോളേജ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം 2016 കർത്താവിനെ തിരിച്ചറിയുവാനും വിശ്വാസ ജീവിതത്തിലേക്ക് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും ഒക്കെ ആയിട്ടുള്ളൊരു അവസരവും ഭാഗ്യവും 2016 ദൈവം എനിക്ക് നൽകി. അതിനുശേഷം കൃപയാൽ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും പല പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വചനം മനസ്സിലാക്കുവാനും വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുവാനും യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാനും യേശു ക്രിസ്തു ഒരിക്കൽ ആയിട്ട് പാപയാഗമായിട്ട് നമ്മുടെ പാപത്തിനായിട്ട് യേശു കുരിശിൽ മരിച്ചു എന്നും അതുമാത്രം ആ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിത്യമായിട്ടുള്ള രക്ഷയും നിത്യജീവനും
ലഭിക്കും എന്നൊക്കെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം അത് ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഒരുപക്ഷെ നമ്മൾ അധികം ഒന്ന് ബന്ധപ്പെടാത്തതുകൊണ്ടായിരിക്കാം എഴുതുന്നത്, എനിക്ക് മലയാളത്തിൽ എഴുതുന്നത് ചെറുപ്പത്തിലേ വളരെ ഇഷ്ടമായിരുന്നു. അപ്പം കൊച്ചു കൊച്ചു കഥകൾ, കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ചില കൊച്ചു കൊച്ചു പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുത്തൊരു വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാനും അക്കാലത്ത് എഴുത്ത് തുടങ്ങിയതാണ്. മരുപ്പച്ച എന്ന് പറയുന്ന ക്രൈസ്തവ പ്രസിദ്ധീകരണം എൻ്റെ സ്നേഹിതൻ പ്രൊഫസർ സാജു മാത്യു ആണ് അന്നത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിൽ ഒരു സ്ഥിരം പങ്ക്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു സ്ട്രീറ്റ് പ്രീച്ചർ കൂടിയാണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച പലരും ഞാൻ പല സ്ഥലങ്ങളിലും അങ്ങനെ എന്നെ കണ്ടിട്ടുണ്ട് പലരും. അതുകൊണ്ട് തന്നെ ഉപദേശി എന്ന ഒരു വിളിപ്പേരും ഓമനപ്പേരും ഒക്കെ ഞാനതിനെ ഓമനപ്പേരായിട്ടാണ് കാണുന്നത്. ഇതൊരിക്കലും ഒരു ഏതെങ്കിലും ഒരു സമൂഹത്തിനെതിരെയുള്ള ഒരു കുറ്റാരോപണമൊന്നുമല്ല. വാസ്തവത്തിൽ സംഭവിച്ചത് നമുക്ക് തിരുവചനം, ബൈബിൾ, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് നമുക്ക് മലങ്കരയിലെ ക്രൈസ്തവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഏതെങ്കിലും ഒരു പെന്തക്കോസ്തലെ ഉപദേശിയോ പാസ്റ്ററോ ആരുമല്ല. വചന പഠനമാണ് എന്നെ ഈ കൃപയിലേക്ക്, ഈ അനുഭവത്തിലേക്ക്, ഈ സത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ഈ ദൈവകൃപയിൽ തന്നെ നിലനിൽക്കാൻ ദൈവം അവസരം നൽകിയത്. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അറിയുവാൻ, നമ്മുടെ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽ പോലും അറിയുന്ന ഒരു ദൈവം, ഒരു ആകാശത്തിലെ പറവയുടെ കാര്യത്തിൽ പോലും കരുതലുള്ള, വയലിലെ സസ്യത്തെ അല്ലെങ്കിൽ ആ പൂവിനെ പോലും കരുതുന്ന ഒരു ദൈവത്തെ, ആ ദൈവത്തിന് എന്നെ കരുതാൻ കഴിയത്തില്ലെന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. അതിനേക്കാളൊക്കെ ശ്രേഷ്ഠരാണ് നാം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു നിശ്വാസം പോലും, ഒരു ദീർഘനിശ്വാസം എൻ്റെ മനസ്സിൽ നിന്ന് ഉയർന്നാൽ അതുപോലും അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ കണ്ടത്. തിരുവചനം പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഗോഡ് ഈസ് ഗുഡ്. യേശുവിനെ, ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയാൻ, വായിച്ചറിയാനല്ല, ആരെങ്കിലും പറഞ്ഞറിയാനല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവനെ ടേസ്റ്റ് ചെയ്യാൻ. പഞ്ചസാരയ്ക്ക് മധുരമുള്ളതാണെന്ന് ലോകത്തിൽ ആർക്കും വേണമെങ്കിലും പ്രസംഗിക്കാം. പക്ഷെ അതുകൊണ്ട് പഞ്ചസാരയുടെ മധുരം എനിക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ പഞ്ചസാര രുചിച്ച് കഴിയുമ്പോഴാണ് ഇതിന് ഇത്രയും മധുരം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇത് വെറുതെ ഒരു കഥയല്ല, വെറുമൊരു പുസ്തകമല്ല, വെറുമൊരു ഫിലോസഫിക്കൽ ഒരു അപ്രോച്ചൊന്നുമല്ല, ഇതൊരു മൈൻഡ് ഗെയിം അല്ല. പകരം നമ്മുടെ ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ, നമുക്ക് ജീവിതം പറഞ്ഞു തരുവാൻ ഒരു മേക്കേഴ്സ് മാനുവൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ബൈബിളാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത്. മടങ്ങി നമ്മുടെ അനുഭവങ്ങളിലേക്ക് തിരികെ വരാം. അങ്ങനെ ഒരു ദൈവവൈതലാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരാളായിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞതിൽ അങ്ങേയറ്റം എനിക്ക് സന്തോഷമുണ്ട്. പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്കറിയത്തില്ലായിരുന്നു ഒരു പാട്ട് എഴുതുന്ന ആളാണെന്നോ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നോ ഒന്നും. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും ഞാൻ അറിയുന്നത്. ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിപ്പോകാം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം, അത് ഈ അറ്റ്ലാന്റയിൽ വന്നതിന് ശേഷം 2016. അപ്പോൾ അതിന് ശേഷം പിന്നീട് എനിക്ക് ഓരോ വിശ്വാസികളുടെയും ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വന്ന ശേഷം പിന്നെ പല പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്നത് അതൊരു നാച്ചുറൽ ഫിനോമിനാണ്. കാരണം നമ്മൾ പിശാചിൻ്റെ ആ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തടയിടാൻ
ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ പിശാച് പരമാവധി കിണഞ്ഞ് പരിശ്രമിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവാവസാനം വരെ അവന് ശ്രമിക്കും എന്നുള്ളതിനും സംശയമില്ല. കാരണം തിരുവചനം പറയുന്നു, വി നീഡ് ടു ടേക്ക് അപ്പ്, നമ്മുടെ ആ ഡിഫെൻസീവായിട്ടുള്ള ആ ഒരു കാര്യം എടുത്തുകൊണ്ട് നിൽക്കാൻ പറഞ്ഞിരിക്കുക. അത് ഊരി വെക്കാൻ ഒരു ടൈം പറയുന്നില്ല. അപ്പം വിശ്വാസത്തിൻ്റെ ആ പരിചയമൊക്കെ എടുത്ത് ആ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് തന്നെ നടക്കാനാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആരെയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല, വളരെ ചുരുക്കം പേര്, ഒരുപക്ഷെ ഒരു പെന്തക്കോസ്തിൻ്റെ 2ാം തലമുറയോ 3ാം തലമുറയോ ഒക്കെ ആയതുകൊണ്ട് അവർക്ക് പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിട്ടുണ്ട് ഉള്ള എത്രയോ പേരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ നാം ശ്രമിക്കുമ്പോൾ നിശ്ചയമായിട്ടും പ്രതികൂലങ്ങൾ, അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം ഉണ്ടായിരിക്കാം. നമ്മൾ അതിനോട് പ്രതികരിക്കുന്നതിനനുസരിച്ചും വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെ എടുത്തു എന്നുള്ളതിനൊക്കെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും എനിക്ക് പറയാൻ കഴിയും, ഞാൻ ഏകനായി വിശ്വാസത്തിൽ വരുമ്പോൾ പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളേറെ ഉണ്ടായിരുന്നു. കള്ള സഹോദരന്മാരാലുള്ള ആപത്തെന്നൊക്കെ പറയുന്ന പരുവത്തിലുള്ള ഇതുൾപ്പെടെ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് തോന്നുന്ന എല്ലാവരും ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ടിന്യൂ. അപ്പം അങ്ങനെ പ്രതിബന്ധങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എഴുതാൻ നാച്ചുറലായിട്ട് നമ്മുടെ മനസ്സിലൊരു എഴുത്തുള്ളത് കാരണം എപ്പോഴോ ഞാൻ അറിയാതെ തോന്നിയ വരികൾ ഇങ്ങനെ കുറിച്ചും കിട്ടും. നേരത്തെ പലതും പ്രേമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ സെക്യുലർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത് എന്തുകൊണ്ടോ നാച്ചുറലായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നപ്പോഴത് അങ്ങ് വരികളായിട്ടങ്ങ് വന്നു. അന്നേരം കഷ്ടതയിൽ എൻ കൂടെ ഉണ്ട് നാഥൻ, നഷ്ടങ്ങളിൽ എൻ ചാരെ ഉണ്ട് പ്രിയൻ, അവൻ കരങ്ങൾ എന്നെ നടത്തിടുന്നു, അവൻ വചനം എന്നെ പുലർത്തിടുന്നു. വളരെ പ്രത്യാശപൂർണമായ വരികളാണ് അതെഴുതി. പിന്നീട് മനസ്സിൽ വന്നത് പ്രതിബന്ധങ്ങളാണ്. പ്രതിബന്ധങ്ങൾ എന്നെ തളർത്തിടുമ്പോൾ, പ്രതീക്ഷകളെല്ലാം നശിച്ചിടുമ്പോൾ, ഒരുപാട് പ്രതീക്ഷകളാണ് മനുഷ്യന് അല്ലേ. പ്രതീക്ഷകളെല്ലാം നശിച്ചിടുമ്പോൾ പിന്നെ ഒന്നുമില്ല, മുമ്പിലെ ശൂന്യതയാണ്. അപ്പോൾ പിന്നീടുള്ള ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിത്യത എന്നുള്ളൊരു വലിയൊരു പ്രത്യാശ നമുക്കവിടെ ഉണ്ട്, ഒരു പ്രതീക്ഷ അവിടെ ഉണ്ട് അല്ലേ. നിത്യത എന്നെ ശക്തനാക്കുന്നു, നിത്യജീവൻ എന്നെ, അങ്ങനെയുള്ള വരികൾ എഴുതാനായിട്ട് ദൈവം ഒരവസരം തന്നു. മനസ്സിലുള്ളത് വരികളായിട്ട് വന്നു. ഞാനിങ്ങനെ എഴുതി വെറുതെ എൻ്റെ കയ്യിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോഴാ സമയത്താണ് ഏകദേശം 2017 നമ്മുടെ ശ്രീജിത്ത് അബ്രഹാം എന്ന് പറയുന്നൊരു സഹോദരൻ, അദ്ദേഹം ഒരു ഗായകനാണ്, ചെന്നൈയിലാണ് സെറ്റിൽഡായിരിക്കുന്നത്. അദ്ദേഹം ശ്രീജിത്ത് മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് അദ്ദേഹം വിശ്വാസത്തിൽ വന്നപ്പോൾ ശ്രീജിത്ത് എബ്രഹാം എന്നുള്ള പേര് സ്വീകരിച്ച് അദ്ദേഹം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പരിചയമായി. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇതിങ്ങനെ എടുത്ത് കാണിച്ചു, ഇങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ പുള്ളി അന്നേരം പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കിതിപ്പം തന്നെ ട്യൂൺ കൊടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി അന്നേരം തന്നെ ഒരു ട്യൂൺ ഇട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിൽ ചെന്ന ശേഷം അത് പിന്നെ മറ്റുള്ള ഓർക്കസ്ട്ര എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ ആ പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അതുണ്ട്. അപ്പോൾ അങ്ങനെ അത് കുറേ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്ന് എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും ആ വരികൾ ഒരു പ്രചോദനമായി കാണും. നിശ്ചയമായിട്ടും ഈ ക്രൈസ്തവ സംഗീത ശാഖയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുന്നു. അത് തിരുവചനത്തിൻ്റെ വരികളും അങ്ങനെ തന്നെയാണ്. ദാവീദ് പാടുമ്പോൾ ദാവീദിൻ്റെ ജീവിതം ഒരു ഭൂമത്തെയൊന്നും അല്ലായിരുന്നു. ഒരിക്കൽ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയത്തക്ക ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു പക്ഷേ ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൽ ഒരിക്കലും കൈവിടുകയില്ലെന്ന് നാം വിചാരിക്കുന്ന മാതാപിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് യഹോവ
എന്നെ ചേർത്തുകൊള്ളുമെന്ന് പറയുന്ന. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ കൈവിട്ടു, മാനുഷികമായ കൈവിടലുകൾ ഉള്ളപ്പോൾ തന്നെ നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തെ, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ദൈവത്തെ കണ്ടിരുന്നത് വളരെ അകലെ എവിടെയോ ഇരിക്കുന്ന ഒരാൾ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിലപ്പോൾ കേട്ടെന്ന് വരാം, കേട്ടില്ലെന്ന് വരാം എന്നൊക്കെയുള്ള ധാരണയാണ്. പക്ഷേ ഒരു 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 ആത്മാർത്ഥ സ്നേഹിതനേക്കാൾ എന്നോട് ചേർന്ന് നിൽക്കുന്നയാളാണ്, എന്നോട് കൂടെ യാത്ര ചെയ്യുന്ന. അതിനൊരു തെളിവൂടെ ഞാൻ പറയാം. ഈ യേശു കർത്താവിൻ്റെ പാപയാഗം സംഭവിച്ചു, മരണം സംഭവിച്ചു, ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടാണ് കർത്താവ് ഈ മരണവും ഈ ഈ ഈ ഈ പങ്കപ്പാടുകളും ഒക്കെ സഹിച്ചത്. എന്നാൽ അവരാരും അത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരിക്കലും ഈ ശിഷ്യന്മാരിൽ 2 പേര് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം മനസ്സ് കലങ്ങി, ഇവർ ഭാരപ്പെട്ട്, അയ്യോ ഞങ്ങൾ ഈ പോയതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് കർത്താവ് അവരോട് ചേർന്ന് നടന്നു. എന്നിട്ട് ഇവരുടെ വിശ്വാസത്തിൻ്റെ ആ താഴ്ചയുടെ നിമിഷങ്ങളിൽ തിരുവചനത്തിലൂടെ അവരെ പ്രബോധിപ്പിച്ച് അവരെ റിസ്റ്റോർ ചെയ്യുക. ഒറ്റ യാത്ര, ആ യാത്രക്കിടയിൽ തന്നെ അവർ റിസ്റ്റോർ ചെയ്യപ്പെട്ടു. അവർ മടങ്ങി. അന്നേരം തന്നെ അവരെന്തിനു വേണ്ടി പോയവരാണ്, പക്ഷെ തിരിച്ച് ആ പരിപാടിക്ക് പോകാതെ അവർ ഉടനെ തിരിച്ച് മടങ്ങി അവരുടെ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വരികയാണ്. കർത്താവ് അവരുടെ കൂടെ നടക്കുക. അപ്പോൾ കർത്താവ് അവരെ വിട്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ പറയുന്നു, കൂടെ പാർക്ക, നീ ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴാണ് യേശു കർത്താവാണ് ഇത്രയും നേരം അവരോട് ഇടപെട്ടതെന്ന് അവർക്ക് പോലും മനസ്സിലായത്. നമ്മൾ കടന്നു പോകുന്ന ഒരു സങ്കടങ്ങളുടെ നിമിഷങ്ങളിലും, ഭാരങ്ങളുടെ നിമിഷങ്ങളിലും, നിരാശയുടെ നിമിഷങ്ങളിലും ഇതിനെയെല്ലാം കൂടെ വാരിയെടുത്ത് ഒരു പുതിയ ജീവിതമാക്കാൻ കഴിയുന്ന ഒരു ആളാണ് കർത്താവ്. ഒരു കുശവന് കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ ഈ ഒരു ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കുശവൻ്റെ കയ്യിലിരുന്ന കളിമണ്ണ് മുഴുവനും കൂടെ ഉടഞ്ഞു പോയി. പക്ഷേ ആ ഉടഞ്ഞു പോയ ആ കളിമണ്ണെല്ലാം കൂടെ അവിടെ ഇട്ടേക്കാമെന്ന് വിചാരിക്കാതെ അവനത് തിരികെ എടുത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ പ്രോസസ്സ് ചെയ്ത് പിന്നെയും അതിനെ ഒരു മനോഹരമായ പാത്രമാക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ലോകമാണെങ്കിൽ നമ്മളോട് പറയും, നീ പൊടിഞ്ഞു പോയി, നീ തകർന്നു പോയി, നിന്നെ ഇനി കൊള്ളത്തില്ല, നിനക്കിനി ഒരു പ്രതീക്ഷയില്ലെന്ന് വിധി എഴുതുമ്പോൾ അതൊരു രോഗത്തിൻ്റെ അവസ്ഥയായി. 3 വർഷം മുൻപ് ഞാൻ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം എനിക്കുണ്ടായി. കുറേ ദിവസം ഞാൻ ICUവിലായിരുന്നു. ശ്വാസം കിട്ടാതെ ഞാൻ ബുദ്ധിമുട്ടി. ഭയങ്കര പെയിൻ ഉള്ള കുറേ ദിവസങ്ങളായിരുന്നു അത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രൈമറി കെയർ ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഇത് പിന്നെയും തിരിച്ചു വരും കേട്ടോ, അപ്പോൾ അതുകൊണ്ട് നീ ഇച്ചിരി സൂക്ഷിച്ചോണം, ഇത് വന്നാൽ നിനക്ക് സംഗതി കുഴപ്പമാണ് എന്നൊക്കെ പറയാനേ. ഇത്രയും വലിയ ട്രെയിനിങ് ഉള്ള, ഒരുപക്ഷെ ജീവൻ രക്ഷയുടെ അതോറിറ്റീസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം, ഡോക്ടേഴ്സിനെ, അവരെപ്പോഴുള്ള ബഹുമാനത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. പക്ഷെ അവർക്ക് പോലും ഒരു ഉറപ്പ് തരാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കർത്താവ് സൗഖ്യദായകനാണ്. ഇന്ന് വരെ ഞാൻ അന്ന് മോർഫീൻ ഉൾപ്പെടെയുള്ള വളരെ സിവിയറായിട്ടുള്ള പെയിൻ മെഡിസിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഓൺ ഡിമാൻഡ്. പക്ഷേ അതിനെന്നെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഗുരുതരമായതേ ഉള്ളൂ. എനിക്ക് ശ്വാസം വിടാൻ പോലും കഴിയാത്ത സ്ഥിതിയായി. പക്ഷേ ആ സമയത്താണ് ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത്, ഒരു ഡോക്ടറിൻ്റെ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, വേണമെങ്കിൽ ഞാനൊരു ട്യൂബ് ഇട്ട് നിനക്ക് നിൻ്റെ ഈ വയറ്റിലുള്ള ഈ പ്രഷറൊക്കെ ഒന്ന് കുറച്ച് തരാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ അന്നേരം വിചാരിച്ചു, അല്ല, കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ എം ഹീൽഡ്. അവൻ്റെ അടിപ്പിണരുകളാൽ, യേശുവിനെ ചാട്ടവാറുകൊണ്ട് അവൻ്റെ പുറമെല്ലാം ഈ ഉഴവുചാലുകൾ പോലെ കീറിയത് എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അന്ന് രാത്രി ആ ആശുപത്രിയുടെ ആ കൊറിഡോറിൽ കൂടെ ഞാനിങ്ങനെ നടന്ന് സൗഖ്യത്തിൻ്റെ 103-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നുവെന്ന്. ഞാൻ അതെല്ലാം ഏറ്റു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിന് എൻ്റെ ആ ബ്രീത്തിങ്ങിൻ്റെ ഡിഫിക്കൽറ്റി എല്ലാം മാറി. ഞാൻ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് വീട്ടിൽ പോയി. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം.
ഈ വലിയ ഓഫറാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് വേണോ വേണ്ട എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ ചിന്താഗതികളും നമ്മൾ വളർന്നുന്ന സാഹചര്യങ്ങളുമൊക്കെ തിരുവചനം പറയുന്നതിന് നേരെ വിപരീതമായ പരിശീലനങ്ങളായിരിക്കാം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് മുഴുവനും മറ്റൊരു വേ ഓഫ് തിങ്കിങ്ങിലാണ്, ദൈവത്തിൻ്റെ വേ ഓഫ് തിങ്കിങ്ങിലല്ല. പക്ഷേ നമ്മളെ തന്നെ അവിടേക്കൊന്ന് തിരിച്ചു വരുത്താൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മളെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ, അങ്ങനെയുള്ള വരികൾ തന്നെയാണ് താങ്കൾ എഴുതിയതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു പാട്ട് എഴുതിയതിനെ കുറിച്ച് നമ്മൾ കേട്ടു. മറ്റു പാട്ടുകളെ കുറിച്ചൊന്ന് പറയാം. എഴുതിയതെന്ന് പറയുന്നത് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അത് പിന്നീടുള്ള ജീവിതത്തിൽ അതൊരു ഭാഗമാകുന്നു. പിന്നെ അതൊന്നും അല്ല എന്നുള്ളൊരു രീതിയിലോട്ട് എത്തുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു വെറും ഒരു കോംപ്രമൈസ് ആണോ, അതോ ഒരു കുറച്ചുകൂടെ ഒരു വിക്ടോറിയസ് ലിവിങ്, ഒരു വിജയകരമായ ജീവിതം? കാരണം ചിലയിടങ്ങളിലെങ്കിലും ആളുകൾ ഇതിനോടങ്ങ് താതാത്മ്യപ്പെടും, അവരുടെ വേദനകളോടും അവരുടെ പ്രശ്നങ്ങളോടും. ഇതൊക്കെ എൻ്റെ വിധിയാണെന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു ചിന്ത ഇടയ്ക്ക് ഒരു പക്ഷെങ്കിൽ മനുഷ്യരല്ലേ വന്നേക്കാം. പക്ഷേ എങ്കിൽ പോലും അത് മാറിയിട്ട് നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം അനുദിനം കൂടുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പൊ വിധി അല്ല ഇത്, പകരം ഇതെന്റെ വിധിയല്ല, പകരം എനിക്ക് വേണ്ടി ഒരു വിധി ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അത്ഭുതം. ഞാൻ കലാശാല പഠന കാലത്ത് കഥ എഴുതുന്നയാളാണ്. പല കഥകൾ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചെറുകഥാ സമാഹാരം എൻ്റെ സ്നേഹിതൻ അച്ചകുഞ്ഞിലന്തൂർ അദ്ദേഹത്തിൻ്റെ പബ്ലിഷിങ് ഞാൻ അറിയുന്നതിനൊക്കെ ഞാനത് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ ഒരു ചെറുകഥാ സമാഹാരം പുറത്തിറക്കിയപ്പോൾ എൻ്റെ കഥയുടെ അതിൻ്റെ ഭാഗമാക്കിയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയാനുള്ള സന്ദേശം ഒരിക്കലും ഒരു ലോസ്റ്റ്, ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന കഥയൊന്നും അല്ല നമുക്ക് പറയാം. ദൈവം നമ്മളെ ഫൈൻഡ് ചെയ്തു, ദൈവം എന്നെ കണ്ടുപിടുക്കത്തി. ഈ നമ്മൾ കർത്താവ് ഉപമ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് 100 ആടുകളിൽ ഒന്നേ പോയുള്ളൂ. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് അത് വളരെ മിനിസ്ക്യൂളാണ്. 0.1% അല്ല, 0.1% എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന അത്രയേ ഉള്ളൂ. സാധാരണഗതി നമ്മളാണെന്ന് വിചാരിക്കും പോട്ടെ അതങ്ങ് വയ്ക്കട്ടെ. പക്ഷേ കർത്താവ് അങ്ങനെയല്ലായിരുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്ന, അതിനെ തോളിൽ എടുത്തുകൊണ്ട് വരുന്ന. നമ്മളാണെങ്കിൽ 2 അടിയോട് കൊടുക്കട്ടെ, ഞാൻ നിനക്ക് ഇതെല്ലാം ഇത്രയും വലിയ കരുതലൊക്കെ തന്നിട്ട് നീ എന്നോട് കാണിച്ചത് മോശമായിപ്പോയെന്ന് പറഞ്ഞ് ഇത്രയും ഞാൻ അലഞ്ഞു തിരിഞ്ഞല്ലോ എന്നൊന്നുമല്ല കർത്താവിന് പറയാണ്. തോളിൽ വഹിച്ചുകൊണ്ട് വരുന്ന ഒരു ഇടയനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ അമ്മ എനിക്ക് ആദ്യമായിട്ട് എന്നെ പഠിക്കാൻ ഏൽപ്പിച്ച ദൈവവചന ഭാഗം 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അന്ന് പഠിച്ചെങ്കിലും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഈ ഇത്രയും വയസ്സായതിനു ശേഷം ഒരിക്കലും മുട്ടുണ്ടാകാതെ നടത്തുന്ന, ഞാനൊരു സുവിശേഷകനാകാൻ, പൂർണ്ണസമയ സുവിശേഷകനാകാൻ തീരുമാനിക്കുമ്പോൾ പണമൊന്നും കയ്യിലില്ല. ഒരു പെനി പോലും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര ഐശ്വര്യമായി ഞാൻ ചിന്തിച്ചതിലും നനച്ചതിലും ഒക്കെ അപ്പുറമായിട്ട് ദൈവം എന്നെ നടത്തിയെന്ന സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞോ. പിന്നീട് എഴുതിയത് ഒരു രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടി. പിന്നീട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഈ ഒരു മാറ്റം ഉണ്ടായപ്പോൾ, നേരത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, വേറൊരു ടൈപ്പ് ഓഫ് ലൈഫാണല്ലേ സുഹൃത്തുക്കളുണ്ട്. എസ്പെഷ്യലി നമ്മളായിരുന്ന സാഹചര്യത്തിൽ നിന്നും മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സൗഹൃദങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് കുറയാൻ തുടങ്ങി. വലിയ സുഹൃത്തുക്കളൊന്നുമില്ല. പിന്നീട് യേശുവിനെ ഒരു സുഹൃത്തായിട്ട് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം, ഒരവസരം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫിസിക്കലി ഈ വ്യക്തിയെ കാണുന്നില്ലെങ്കിലും സ്പിരിച്വലി ഈ വ്യക്തിയെ കാണാനായിട്ട്, ആത്മാവിൽ ഈ വ്യക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, അപ്പോൾ നമുക്കങ്ങനെ അപ്പോൾ ഒരു സ്നേഹിതൻ്റെ അവസ്ഥയിലോട്ട്
പഴയ ഒരു പാട്ട്, എന്ത് നല്ലോർ സഖി യേശു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. കൂട്ടുകാരെല്ലാം ഇട്ടിട്ട് പോയാലും കർത്താവ് ഒരിക്കലും അങ്ങനെ സ്നേഹിതൻ എന്നുള്ള ഒരു പ്രസംഗം, യേശു സ്നേഹിതനാണ് എന്നുള്ളൊരു പ്രസംഗം ചർച്ചിൽ നിന്നപ്പോൾ കേൾക്കാനിടയായപ്പോഴാണ് സ്നേഹിതൻ, യേശു സ്നേഹിതൻ, യേശുവൻ നിത്യസ്നേഹിതൻ എന്നുള്ള വരികൾ മനസ്സിൽ വന്നു. അത് പിന്നെ എഴുതി. പിന്നീട് ആ സ്നേഹിതനിൽ കൂടെ നമ്മൾ ഫലം കായ്ക്കുക എന്നുള്ള വരികൾ വന്നു. അപ്പം അത് പിന്നെ മ്യൂസിക്കൊക്കെ വന്നത് നമ്മുടെ സാബു ലൂയിസ് മാസ്റ്ററാണ്. അത് ഞാൻ തന്നെ അത് മ്യൂസിക് ചെയ്യാൻ, മ്യൂസീഷ്യനൊന്നുമല്ല എങ്കിലും അതിൻ്റെ എന്തോ ഒരു മ്യൂസിക് കൂടെ എനിക്ക് ദൈവം തന്നു. ആ മ്യൂസിക്കിൽ തന്നെ അത് പിന്നെ അതെ അങ്ങനെ അന്ന് അത് റെക്കോർഡിങ് കൊച്ചി വെച്ച് നടക്കുമ്പോൾ ആ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ഞാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടി. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്: സ്നേഹിതൻ, യേശു സ്നേഹിതൻ, യേശുവൻ നിത്യസ്നേഹിതൻ, ഫലം കായ്ക്കും. അങ്ങനെ തുടങ്ങുന്ന ഒരു വരികളാണ്. അത് വളരെ അത് അധികം വ്യൂവേഴ്സ് അതിനുണ്ടോ എന്ന് തോന്നുന്നില്ല. ഒരു പക്ഷെങ്കിൽ എൻ്റെ മ്യൂസിക്കിൻ്റെ കുഴപ്പമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. എങ്കിലും പക്ഷേ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഇടപെടുന്നതെന്ന്, അവരുടെ ജീവിതത്തിൽ എങ്ങനെ വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ ലൈഫിൽ എന്നെ വളരെ ഓരോ വരികളും അതിലെ ഓരോ അക്ഷരങ്ങളും എന്നെ വളരെയേറെ സ്പർശിച്ചിട്ടുള്ള വരികളാണ്. ഈ നമ്മൾ ഇന്ന് പാടുന്ന പല പാട്ടുകളും, പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ, സാധു കൊച്ചുഞ്ഞുപദേശി, അതുപോലെ മഹാകവി കെ.വി. സൈമൺ, അവരൊക്കെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ, അവർ മറ്റാരെങ്കിലും പാടുമെന്ന് ഓർത്ത് എഴുതിയതൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ അത് ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾ, ഒരുപക്ഷെ കോടികൾക്ക് ആശ്വാസമായിട്ട് സംഭവിച്ചു. പ്രത്യാശ ഉണർത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, ഉറപ്പിച്ചു നിർത്തുന്ന ഒക്കെ വരികൾ. അതുപോലെ തന്നെ എം.ഇ. ചെറിയാൻ സാറ്, അദ്ദേഹത്തിൻ്റെ വരികൾ ക്രൈസ്തവ കൈരളി ഒരിക്കലും ഒരു സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ ഏറ്റെടുത്ത, നെഞ്ചോട് ചേർത്ത് പിടിച്ച വരികളാണ്. അതിൻ്റെയൊക്കെ ഒരു റീസൺ ഒരു പക്ഷേ അവരൊക്കെ സുവിശേഷകരായിരുന്നു. അവർ പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ ഈ പാട്ടുകൾ പാടി ജനത്തിന് അത് പരിചിതമായത് ഒരുപക്ഷെ അതിൻ്റെ ഒരു റീസൺ ആയിരിക്കാം. എഴുതുന്നത് ആരെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യണമെന്നോ ആരെങ്കിലും അറിയണമെന്നോ പാടണമെന്നോ ഒന്നും പറഞ്ഞോണ്ടല്ലേ എഴുതുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങ് എഴുതുന്നു, അത് പിന്നെ എങ്ങനെയോ അതങ്ങ് റെക്കോർഡ് ചെയ്യുന്നു, പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബേസിക്കലി നമ്മുടെ മനസ്സിൽ അറിഞ്ഞ അല്ലെ കിട്ടിയ ആ ഒരു ചെറിയ ഒരു നുറുങ്ങ് അല്ലേ, ആ ഒരു വിശ്വാസം അല്ലെ, ക്രിസ്തുവിന്റെ സ്നേഹം അറിയുന്നു. ഇതറിയാതെ എത്രയോ പേര് പുറത്ത് നിൽക്കുന്നു അല്ലേ. ഇതെന്താണെന്ന് അറിയാതെ ഇത് വെറുതെ ഒരു കർമ്മം പോലെ ചെയ്തു പോരുന്നവര്, അല്ലെങ്കിൽ ഞാനിവിടെ ജനിച്ചു, ഈ ഒരു കുടുംബത്തിൽ ജനിച്ചത് കാരണം ഞാനിതങ്ങ് ഫോളോ ചെയ്യുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി വലിയതാണ് ദൈവത്തിന്റെ കരുതൽ, ആത്മീയമായ. ഈ നാം കാണുന്ന ഈ ലോകം നിലനിൽക്കുന്നതല്ല, നമ്മളാരും നിലനിൽക്കുന്നതല്ല. ഞാൻ ഒരു 100 വർഷം കഴിഞ്ഞ് ഞാനിവിടെ ഇല്ല, ജോർജ് വർഗീസ് ഇവിടെ ഇല്ല, നമ്മൾ കാണുന്ന ആരുമില്ല, ഈ കെട്ടിടം ഇവിടെ കാണണമെന്നില്ല. പക്ഷേ ഇതിനപ്പുറത്താണ് ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ് ഈ പച്ചയായ ഈ നിലനിൽക്കാത്ത യാഥാർത്ഥ്യങ്ങളുടെ പിന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നമുക്ക് നശിച്ചു പോകുന്ന ഒരു ജഡമുള്ളപ്പോൾ അതിനകത്ത് വസിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് നിത്യമാണ്. ആ നിത്യമായ ആ മനുഷ്യത്വം തിരിച്ചറിയുന്നതാണ്. അത് തിരിച്ചറിയാൻ ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിതാവിൻ്റെ അടുക്കൽ ചെല്ലാൻ വേറെ ഒരൊറ്റ മാർഗവുമില്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും കണ്ടെത്താവുന്ന മാർഗമല്ല ദൈവത്തിൻ്റെ. തിരുവചനം പറയുന്നു, എൻ്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ചിന്തകളല്ല എൻ്റെ ചിന്തകൾ. അതിനൊക്കെ മീതേ ഉള്ളയാളാണ് ദൈവം. നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന ഒരാളായിരുന്നു ദൈവമെങ്കിൽ ഒരിക്കലും ദൈവത്തിന് ദൈവമായിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ബുദ്ധിക്കും മീതേ ഉള്ള ഒരാളാണ്. ആ ദൈവത്തെയാണ് നാം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത് എന്ന ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ബന്ധപ്പെടുവാൻ, ദൈവവുമായി ബന്ധപ്പെടുവാനൊക്കെ
നമ്മെ ശക്തീകരിക്കുന്നത്. മറ്റ് പാട്ടുകളെ കുറിച്ച് ഒരു പറയാം. രണ്ട് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ, പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പലതും കുറിച്ച് വെച്ചിട്ടുണ്ട്, പലതും മനസ്സിൽ വരാറുണ്ട്. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ദൈവാവസരം തന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് ചെയ്യണം. കുറെ കൂടെ അതിന് എൻ്റെ ഒരു വിശ്വാസം, ഈ നമ്മുടെ കേൾവിക്കാരായി വരുന്ന ആളുകൾ യൂട്യൂബിലും മറ്റും പോയി ഇത് കേൾക്കും. നല്ല ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് നൽകുവാൻ, അത് അനേകർക്ക് അനുഗ്രഹമാകുവാൻ, ആശ്വാസമാകുവാൻ, ദൈവകൃപയിലേക്ക് നടത്തപ്പെടുവാനൊക്കെ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. അവസാന വാക്കായി എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. എനിക്ക് ഒന്ന് പറയാനായിട്ടുള്ളത്, ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരവസരമാണ്. ഞങ്ങളൊക്കെ അറിഞ്ഞ യേശു എന്ന രക്ഷകൻ, നമ്മളൊരു പക്ഷെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടായിരിക്കാം ജനിച്ചത്, ക്രിസ്ത്യാനിയായിട്ടായിരിക്കാം വളരുന്നത്. പക്ഷേ യേശു എന്ന രക്ഷകനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക, വീണ്ടും ജനനം എന്നുള്ളൊരു അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് വളരെ സിമ്പിളാണ്. യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ രക്ഷിതാവായിട്ട് വിശ്വസിച്ച് നമ്മുടെ അധരം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എപ്പോഴാണോ ഏറ്റു പറയുന്നത്, അതാണ് രക്ഷയുടെ അനുഭവം. എങ്കിൽ മാത്രമേ യേശുവിനെ ഒരു രക്ഷകനായിട്ട്, ഒരു സ്നേഹിതനായിട്ട്, നിത്യജീവൻ തരത്തക്ക രീതിയിൽ നമ്മളിലേക്ക് വരാനായിട്ടൊക്കെ ഉള്ളൂ. അതോടുകൂടി അതിന് ശേഷം പിന്നീട് വളരെ സിമ്പിളാണ് ലൈഫ്. സിമ്പിൾ എന്ന് ഞാൻ പറയുമ്പോൾ പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ പിന്നീട് വന്നേക്കാം. പക്ഷേ അവിടെയെല്ലാം നമുക്കൊരു രക്ഷകനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ, അത് ഫിസിക്കലി കാണാനായിട്ട് ചിലർക്ക് ഒത്തൊന്നും വരത്തില്ല, പക്ഷേ ഒരു സ്പിരിച്വൽ ലെവലിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം നമുക്കറിയാനായിട്ടൊക്കും. നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ടൊക്കും. ഈ ജീവിതം പാസ്റ്റർ പറഞ്ഞതുപോലെ അധികം നാളില്ല, വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ചിലർ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ഇതിന് ശേഷം ഒരു ലൈഫ് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം, ഇതിന് ശേഷം ഒരു ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും സത്യം എന്ന് പറയുന്നത് വചനപ്രകാരം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്ന വളരെ കുറച്ചു കാലം ജീവിച്ച ശേഷം ഇവിടെ നിന്ന് മാറ്റപ്പെടുകയും ഒരു നിത്യമായിട്ടുള്ളൊരു ജീവൻ നമുക്കുണ്ട്. ആ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ഇപ്പോഴാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ളൊരു അവസരമാണ് ഈ സമയം. നമ്മൾ ശരീരത്തിൽ ആയിരിക്കുന്ന ഈ സമയമാണ് അതിന് വേണ്ടിയിട്ട് ചിന്തിക്കേണ്ടത്. ആ ഒരു തീരുമാനം ശ്രോതാക്കളെല്ലാവരും, നിങ്ങളെല്ലാവരും എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഞങ്ങളെ രക്ഷിച്ച യേശുവിന് നിങ്ങളെയും രക്ഷിപ്പാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒരു മതത്തിൻ്റെയും ചട്ടക്കൂട്ടുകൾക്കുള്ളിൽ, ഒരു ആചാരക്രമങ്ങളുടെയും അടുക്കൽ പോകേണ്ട. വളരെ ലളിതമായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുന്ന ഇടത്ത് വെച്ച് തന്നെ ദൈവവുമായി യേശു ക്രിസ്തുവിലൂടെ ബന്ധപ്പെടുവാൻ, ദൈവ പൈതലായി തീരുവാൻ, ദൈവം നമ്മെ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയോ ദൈവത്തിൻ്റെ യഥാർത്ഥ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ വളരെ ലളിതമായ ഈ മാർഗം, എൻ്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളൊരു ദൈവപൈതലായി മാറി. മറ്റു ഒരു കാര്യവും, ഒരു മതചടങ്ങുകളും അതിൻ്റെ പിന്നിലില്ല. നിങ്ങളും ദൈവവുമായി ഒരു വ്യക്തിബന്ധത്തിലേക്ക് വരികയാണ്. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. നാം കർത്താവിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം, അവനെ സ്നേഹിക്കണം. അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ മടക്കി സ്നേഹിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച്, എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ദൈവം നൽകിയ നിത്യമായ, അനന്തമായ, ലിമിറ്റില്ലാത്ത, പരിമിതികളില്ലാത്ത ആ സ്നേഹത്തോട് പ്രതികരിക്കുവാൻ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന വാക്കുകളോടെ ഞങ്ങൾ ഈ പരിപാടിയോടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ആശീർവദിക്കുമാറാണ്.